ഉണ്ട്, ഇതെല്ലാം ബ്ലഡാണ്. അപ്പം ഇതിപ്പോൾ എല്ലാവരും ആ സമയത്ത് പറഞ്ഞു, അയ്യോ കത്തിച്ച് കളയണം, ബ്ലഡൊക്കെ പറ്റിയതാണ്. അപ്പം ഞാനും കിച്ചുവും പറഞ്ഞൊരു വാക്കുണ്ട്. കിച്ചുവിനുണ്ട്, അമ്മ നമുക്ക് അച്ഛൻ അവസാനമായിട്ട് തന്ന സാധനമാണ്, ഇത് നമ്മൾ കളയാൻ പാടില്ല. ഞാൻ പറഞ്ഞു ഒരിക്കലും കളയാൻ പാടില്ല, ആരെന്ത് പറഞ്ഞാലും ഇത് ഞാൻ കത്തിക്കില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ കഴുകി ഉപയോഗിക്കണം. ഞാൻ കഴുകിയില്ല. ഏട്ടൻ്റെ അവസാനം ഇത് കയ്യിൽ വെച്ചുകൊണ്ടായിരുന്നു നമ്മുടെ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം രേണുസുതി തന്നെയാണ് കേട്ടോ. രേണുസുതിയുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോയിൽ രേണുസുതി നമ്മുടെ സുധിച്ചേട്ടൻ്റെ ഫോട്ടോ, സുധിച്ചേട്ടൻ്റെ അവസാനമായിട്ട് ഡ്രസ്സ്, സുധിച്ചേട്ടൻ്റെ ബ്ലഡ് അറിഞ്ഞ ബാഗ്, പിന്നെ കുറച്ച് ദാരിദ്ര്യമൊക്കെ പറയുന്നൊരു വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത്. ഞാൻ ആക്ഷേപിക്കുകയല്ല, കാര്യം നമുക്കില്ലായ്മ ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ട്. എനിക്ക് ഡ്രസ്സില്ല എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമാണ്. എനിക്ക് എൻ്റെ സുധിച്ചേട്ടൻ മേടിച്ചിരുന്ന ഡ്രസ്സുകൾ മാത്രമേ ഉള്ളൂ, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? കാര്യം ഇല്ലേ, നമ്മൾ കോഴിയെ കട്ടവൻ്റെ തലയിൽ തോല് കാണുമെന്ന് പറയുന്നത് പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് ഡ്രസ്സില്ല, എനിക്ക് ഇത്രയേ ഉള്ളൂ. എന്തിനാ ഇങ്ങനെ പറയുന്നത്? നമുക്ക് ഡ്രസ്സില്ലെങ്കിൽ ഡ്രസ്സ് വാങ്ങണം. അതിനല്ലേ രേണുസുതി ജോലി ചെയ്യുന്നത്. ജോലി മീൻസ് വീഡിയോസിലും ആൽബത്തിലും ഒക്കെ ചെയ്യുന്നില്ല. അപ്പോൾ ആ റൂം കാണിക്കുന്നുണ്ട്. ഒട്ടും അടുക്കി പിറക്കി അല്ലാത്ത ഇങ്ങനെ കച്ചറയായിട്ട് വാരിയിട്ടേക്കുന്ന റൂമാണ് കാണിക്കുന്നത്. അപ്പോൾ കാണിക്കുമ്പോൾ തന്നെ രേണു പറയുന്നുണ്ട്, ഒന്നും അടുക്കി പറക്കിയല്ല വെച്ചിരിക്കുന്നത്, എനിക്ക് ഷൂട്ട് ഉണ്ടായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ടൈമിൽ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കുന്നതിന് മുമ്പ് രേണുവിനെ ആലോചിക്കാറുണ്ട്, ഇതിപ്പം വീഡിയോ എടുക്കുകയാണ്, ഒരുപാട് പേരെ കാണിക്കാനുള്ളതാണ്, അതോ ഞാൻ ഒരുപാട് ബിസിയാണ്, അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും രേണുസുതിയുടെ വീഡിയോയുടെ കുറച്ച് ഭാഗം നമുക്ക് കണ്ടിട്ട് വരാം. എൻ്റെ ഡ്രസ്സ്, എനിക്കധികം ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, അധികമൊന്നും. സത്യം പറഞ്ഞാൽ എനിക്ക് കുറേ കൂട്ടുകാരൊക്കെ എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ തന്നത്, ലേഡി രുതിയാമ്മ ആൻറ്റിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ തന്നതൊക്കെ ഉള്ളൂ. പിന്നെ കാരണം ഞാൻ ഒരു ഡ്രസ്സ് പോലും കളയത്തില്ല. കാരണം എനിക്ക് അന്ന് മേടിച്ചപ്പോൾ സുധിച്ചേട്ടൻ മരിച്ചിട്ട് 2 വർഷമാകുന്നു. എനിക്ക് എൻ്റെ ഏട്ടൻ അന്ന് മേടിച്ചു തന്ന ഡ്രസ്സ് ഇന്നും എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്. ഈ ഡ്രസ്സ് സുധിച്ചേട്ടൻ മേടിച്ചു തന്ന ഡ്രസ്സാണ്. ഞങ്ങളൊരു പ്രാവശ്യം ഇങ്ങനെ ചങ്ങനാശ്ശേരിയിലൂടെ ഇങ്ങനെ വണ്ടിയിൽ വന്നുകൊണ്ട് അപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ ഡിസ്പ്ലേ ഇട്ട ഡ്രസ്സ് കണ്ടിട്ട് ഞാൻ പറഞ്ഞു, അയ്യോ നല്ല രസമുള്ള ചിറകൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടല്ലോ, അത് എനിക്കിഷ്ടപ്പെട്ടു. അപ്പം ചേട്ടൻ്റെ കയ്യിൽ പൈസ അധികം ഇല്ല, എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പം ചേട്ടൻ പറഞ്ഞു, വാവട്ടെ നിനക്ക് വേണം, ഇഷ്ടപ്പെട്ടോ, നമുക്കിപ്പം പോയി മേടിക്കാം. അപ്പം ഞാൻ പറഞ്ഞു, വേണ്ട ഏട്ടാ വേണ്ട, പൈസ ഇല്ലാതെ മേടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, അത് പറ്റത്തില്ല. ഏട്ടൻ തന്നെ കാറിൻ്റെ ഡോറൊക്കെ തുറന്ന് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, വേണ്ട ചേട്ടാ, ഞാൻ അറിയാണ്ട് പറഞ്ഞതാ. എന്നെ കൊണ്ടുപോയി, നീ ഓർക്കുന്നുണ്ടോ ഇവിടെ നിന്ന് എന്നെ കൊണ്ടുപോയി എനിക്ക് ആൾ തന്നെ എടുത്ത് തന്ന ഡ്രസ്സാണ് ഇത്. എൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ ഇന്നും അത് കളഞ്ഞിട്ടില്ല, കാരണം ഇന്നും ഞാനിത് സൂക്ഷിക്കുന്നു. പിന്നെ ഈ അലമാരി എന്ന് വെച്ചാൽ ഞങ്ങൾ കുഞ്ഞിലെ ഉണ്ടായിരുന്ന അലമാരിയാണ് പഴയ വീട്ടിൽ. അത് മുഴുവൻ വീഡിയോയ്ക്ക് പിറകിലുള്ള അജണ്ട എന്താണെന്ന് അറിയില്ല കേട്ടോ. കാര്യം 1 മാസത്തോളം ഒരു വീഡിയോയും പോസ്റ്റ് ചെയ്യാതിരുന്ന രേണുസുതി പെട്ടെന്ന് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. അതായത് ഒരു തരത്തിലുള്ള ഒതുക്കി പറക്കലൊന്നുമില്ല. ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും, ഒന്നും ഒതുക്കി പറക്കിയിട്ടൊന്നുമില്ല, ഒന്നും ഒതുക്കി പറക്കാതാണ് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ പെട്ടെന്നൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് തനിക്ക് പബ്ലിക്കിൻ്റെ മുമ്പിലുള്ള ഒരു വിധവ, അല്ലെങ്കിൽ സുധിച്ചേട്ടൻ്റെ വിധവ, അല്ലെങ്കിൽ ഭർത്താവില്ലാത്തൊരു സ്ത്രീ, ആ ഒരു സിമ്പതി നഷ്ടപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ സുധിച്ചേട്ടനെ എല്ലാവരും മറക്കുമോ എന്നൊരു ചിന്തയിൽ പെട്ടെന്ന് സുധിച്ചേട്ടൻ്റെ ഒരു ഡ്രാമ, അതായത് സിമ്പതി എടുത്തിട്ട് കളിച്ചൊരു നാടകമാണോ എന്നൊരു സംശയമുണ്ട്. എൻ്റെ സംശയം മാത്രമാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വെച്ചാൽ നിങ്ങൾ പറയുക. ഒരു കുട്ടിയെ കൂടെ നിർത്തുന്നുണ്ട്. ആ കുട്ടിക്ക് അതുപോലെ ചിരി വരുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കമൻസിലും ആളുകൾ പറയുന്നുണ്ട്, ഇത് പുതിയ ഡ്രാമയാണോ, ഇന്നലത്തെ ഇന്നലെ ഉണ്ടായ അനുഭവത്തിൻ്റെ അടുത്ത സ്റ്റെപ്പാണോ ഇത്, നിർത്ത് നിങ്ങളുടെ സിമ്പതി കളി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകൾ അതിൽ കണ്ടു. അപ്പോൾ എന്തായാലും നമുക്കത് കാണുന്നവർക്കെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇന്നലെ ഏറ്റൊരു പരാജയത്തിൽ താൻ വീണ്ടും നെഗറ്റീവിലോട്ട് പോകും. മീൻസ് നെഗറ്റീവ് അല്ല, തന്നെ ആരും അക്സെപ്റ്റ് ചെയ്യാതാകുമോ എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന രേണുവിന് അതിൽ നിന്ന് മുക്തി നേടാൻ ഒരേ ഒരു ഇതേ ഉള്ളൂ. സുധിച്ചേട്ടനെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ സുധിച്ചേട്ടൻ്റെ ആ ഒരു സിമ്പതി, സുധിച്ചേട്ടൻ്റെ മരണത്തെക്കുറിച്ചും ആ ഒരു ദിവസം തനിക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ തനിക്ക് കിട്ടുന്ന ഒരു സ്ഥാനം, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്തതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും നമുക്ക് അതിനെ കുറച്ച് ഭാഗം കൂടെ കണ്ടിട്ട് വരാം. ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക്. ഞാൻ പിന്നെ ഈ കൂടൊക്കെ വെച്ചേക്കുന്നത്, ഞാൻ ഈ റൂമൊന്നും അടുക്കി പെറുക്കിയിട്ടില്ല. ഷൂട്ട് കഴിഞ്ഞ് വന്ന തിരക്കാണ്, വന്നതേ ഉള്ളൂ. എനിക്കിനി കുറച്ചൊന്ന് ഉറങ്ങണം, നല്ല ഉറക്കക്ഷീണമുണ്ട്, ഉറങ്ങി എഴുന്നേക്കണം, എന്നിട്ടൊക്കെ ഇതൊക്കെ അടുക്കി പെറുക്കാനേ പറ്റുള്ളൂ. ഇതൊക്കെ ഓരോ ഷൂട്ടിന് ഉപയോഗിച്ച ഡ്രസ്സുകളൊക്കെ ഇനി കൂടിനകത്ത് മാറ്റി വെച്ചേക്കുവാണ്. പിന്നെ ഇതിനകത്ത് ഡ്രസ്സ് ഇങ്ങനെ വലിച്ചു വാരിയൊക്കെ ഇട്ടേക്കുവാണ് കേട്ടോ. ഞാൻ ഓരോ ഡ്രസ്സ് തപ്പുന്നതാണ്. ഇതിലെല്ലാം എൻ്റെ ഡ്രസ്സുകളാണ്. ഞാനൊന്നും അടുക്കി പെറുക്കി വെച്ചില്ല, വെച്ച് കഴിഞ്ഞാൽ എല്ലാം താഴെ പോകും. എനിക്കിനി അടുക്കി പെറുക്കണം, ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് വേണം. പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ടത് ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കുന്ന സുധിച്ചേട്ടൻ്റെ ഷൂസാണ്. ഒരുപാട് ഷൂസ് ഉണ്ടെങ്കിലും എല്ലാം
മുഴുവൻ പോയിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ ഷൂസ്. അപ്പം എനിക്ക് വേണ്ടിയിട്ട് മാത്രം എനിക്ക് എൻ്റെ സൂചിച്ചേട്ടൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരെണ്ണം വേണം, അല്ലെങ്കിൽ കാരണം അതെല്ലാം പൊടിഞ്ഞു പോയി എന്ന് ഇതിൽ ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെച്ച ഷൂസാണ്. എൻ്റെ ഏട്ടൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്, സ്റ്റാർ മാജിക്കിലൊക്കെ യൂസ് ചെയ്യുന്ന ഷൂസായിരുന്നു. സോ ഇത് ഞാൻ എപ്പോഴും എൻ്റെ അലമാരിക്കകത്ത് സൂക്ഷിച്ച് വെക്കുന്ന സാധനം തന്നെയാണ്. ഇത് ഞാൻ അങ്ങനെ അധികം ആരെയും കാണിച്ചിട്ടില്ലാത്ത ഷൂസാണ്. ഏട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ഫേവറേറ്റ് ആയിരുന്നു ഏട്ടന്. അത് അധികം യൂസ് ചെയ്യാത്ത ഷൂസായിരുന്നു. പുതിയതായിട്ട് മേടിച്ച സമയത്ത് ഞാൻ കണ്ടാണ്. കാരണം അത് കണ്ടോ, അതിൻ്റെ വൈറ്റ്, അതിൻ്റെ കളർ പോലും പോയിട്ടില്ലാത്ത ഷൂസാണ്. അധികം ഉപയോഗിച്ചിട്ടില്ല ഏട്ടൻ. സോ ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ലെന്നല്ല, ഉപയോഗിക്കേണ്ടതായിട്ട് അത്രയും ടൈം കിട്ടിയില്ല ഏട്ടന്, അതിന് മുന്നേ പോയി. അപ്പം അങ്ങനെ വെച്ചേക്കുന്നത്. പിന്നെ ഇതിനകത്ത് വെച്ചിട്ടുള്ളത് ഇത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ എപ്പോഴും സൂക്ഷിക്കുന്നതാണ്. നമ്മുടെ പെർഫ്യൂം ഉണ്ടാക്കിയ ഈ ഡ്രസ്സിലൂടെയാണ് ഏട്ടൻ അവസാനമായിട്ട്, എടി മോനെ ഇത് വെച്ചേടി, അവസാനമായിട്ട് ഉപയോഗിച്ച ഡ്രസ്സ്. അതും ഞാൻ ഇപ്പോഴും ഇങ്ങനെ തന്നെ സൂക്ഷിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ കൈമടക്കുണ്ടല്ലോ. ഞാൻ ഇമോഷണൽ ആകത്തില്ല, നമ്മുടെ യൂട്യൂബ് ചാനലാണല്ലോ. സോ നമ്മൾ ഇമോഷണൽ ആയിക്കഴിഞ്ഞാൽ നിങ്ങളും സങ്കടപ്പെടും, ഇമോഷണൽ ആയി വിഷമാകും. ഈ കൈമടക്ക് ഞാൻ ഇന്ന് വരെയും ഇത് എടുത്ത് മാറ്റിയിട്ടില്ല. കാരണം ഏട്ടൻ എങ്ങനെയാണോ കൈമടക്കി വെച്ചേക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ആ കൈ, ആ വിരലുകളിലൂടെ കൈമടക്കിയത്, അത് ഇന്ന് വരെ ഞാൻ മാറ്റിയിട്ടില്ല. ഇത് ചിന്നു ദുബായിൽ കൊണ്ടുപോയിട്ട് പോലും ആ കൈമടക്ക് പോലും മാറ്റാതാണ് എനിക്ക് കൊണ്ടു തന്നത്. ഒത്തിരി താങ്ക്സ് ചിന്നു. ഇത് ഞാൻ എങ്ങനെയാണോ കൊടുത്തത് അങ്ങനെ തന്നെ ആ കുട്ടി കൊണ്ട് തന്നു. ഇത് ഭയങ്കര, അതുപോലെ പെർഫ്യൂം കൊണ്ട് തന്നു. ഈ ഷർട്ട് എനിക്കൊന്ന് ടീം ഗിഫ്റ്റ് ചെയ്ത ഷർട്ടാണെന്ന് തോന്നുന്നു. ഒരു ദുബായിൽ ലാസ്റ്റ് ടീമുമായിട്ട് പോയിട്ട് വന്നപ്പം ഗിഫ്റ്റ് ചെയ്ത ഷർട്ടാണ് ഏട്ടൻ്റെ. അതുപോലെ ഈ പാൻറ്റ് ഇതുവരെയായിട്ടും അലക്കിയിട്ടൊന്നുമില്ല. അത് ഇങ്ങനൊരു മടക്കുണ്ട് ആൾക്ക് കേട്ടോ. പാൻറ്റും ഇങ്ങനൊരു മടക്കുള്ളതാണ് ആൾക്ക്. അല്ലേടി അമ്മച്ച എങ്ങനെയല്ലേ മടക്കുന്നത്? ഇവിടെ അമ്മച്ചാന്ന് വിളിക്കുന്നത്, കൊച്ചച്ചാന്ന് വിളിക്കുന്നതിന് പകരം അമ്മച്ചാന്ന് വിളിക്കുന്നത്. സുധിച്ചേട്ടൻ്റെ ഡ്രസ്സ്, ആ ഡ്രസ്സിൻ്റെ കൈയുടെ മടക്ക് പോലും മാറ്റിയിട്ടില്ല, പാൻറ്റിൻ്റെ മടക്ക് മാറ്റിയിട്ടില്ല. സുധിച്ചേട്ടൻ അങ്ങനെ വെച്ചത് അതേപോലെ തന്നെ ഞാൻ സൂക്ഷിക്കുന്നു. സുധിച്ചേട്ടൻ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നു. ആ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് കണ്ടോ, ഇത് സുധിച്ചേട്ടൻ എന്തൊരു സുന്ദരനാണ്. ഈ ഫോട്ടോ കാണുമ്പോഴാണ് എൻ്റെ സുധിച്ചേട്ടൻ സുന്ദരനാണ്. ഫോട്ടോ കാണുമ്പോൾ മാത്രമേ സുധിച്ചേട്ടൻ ഓർമ്മ വരുന്നുള്ളൂ. അറിയണു എനിക്ക് കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആദ്യമേ കാലഘട്ടത്തിലൊക്കെ രേണുവിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതായത് ഞാൻ എൻ്റെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഈ രേണുവിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പരാമർശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെതിരെ എന്തിനാണ് നിങ്ങൾ അവരെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്, ഞാനും കമൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു രേണു എന്ന് പറഞ്ഞാൽ ആ ഫ്ലവേഴ്സിൽ ആദ്യമായിട്ട് ഇൻട്രോ കൊടുക്കുന്നത്, അതായത് സുധിച്ചേട്ടൻ എൻ്റെ വാവൂട്ടൻ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു രേണുവിൽ നിന്ന് ഇന്ന് റീച്ചിന് വേണ്ടി എന്തിനും ഞാൻ എന്ത് കോപ്രായം കാണിക്കാനും ഞാൻ റെഡിയാണ് എന്നതിലേക്ക് വന്നത്. ഞാൻ 10 കെട്ടിയാൽ നിങ്ങൾക്ക് എന്താണെന്ന് ഇന്നലെ പരസ്യമായിട്ട് രേണു ചോദിക്കുന്നുണ്ട്, ഓൺലൈൻ മീഡിയാസിനോട് ചോദിക്കുന്നുണ്ട്. 10 അല്ല 15 അല്ല, എത്ര കെട്ടിയാലും ആർക്കും ഒന്നുമില്ല രേണു. അത് ഹൈഡ് ചെയ്ത് വെക്കുമ്പോൾ, അത് ഒളിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആളുകൾ അതിൽ ചെയ്യാൻ വരുന്നത്. എന്തായാലും ഇത്ര മാത്രമേ ഉള്ളൂ പറയാനായിട്ട്. ഇപ്പം ഇന്നലത്തെ ഈ ഒരു പരാജയത്തെ മറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ ഇന്നത്തെ ഈ ഒരു വീഡിയോ പോസ്റ്റിങ്. എന്തായാലും ആ വീഡിയോയുടെ കുറച്ച് ഭാഗം കൂടെ നമുക്ക് കണ്ടിട്ട് വരാം. അമ്മച്ച ഇങ്ങനല്ലേ പാൻറ് എപ്പോഴും ഇട്ടിട്ട് ഇങ്ങനൊരു മടക്ക്, ഈ മടക്ക് പോലും ഈ 2 വർഷമാകുന്നു ഞാൻ കളഞ്ഞിട്ടില്ല. അപ്പം ഞാൻ എത്രത്തോളമാണ് അദ്ദേഹത്തെ കാണുന്നത്, അദ്ദേഹത്തിൻ്റെ, കാരണം അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ബോഡിയിൽ നിന്ന് ഈ ഡ്രസ്സ് ഊരിയത്, അതുപോലെ തന്നെ ഞാൻ അത് വെച്ചിട്ടുണ്ട്. ഇത് പ്രോഗ്രാമിന് അങ്ങോട്ട് പോയപ്പോൾ ഇട്ട ഡ്രസ്സാണ്, ലാസ്റ്റ് ഇട്ട ഡ്രസ്സാണ്. സോ അത് ഇതുപോലെ തന്നെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ അലമാരിയിൽ തന്നെയാണ് ഞാൻ, എൻ്റെ ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ടത് സൂക്ഷിച്ച് വെച്ചേക്കുന്നത് ഏട്ടൻ്റെ ബാഗാണ്. അത് ഞാൻ ഇവിടെ തന്നെ സൂക്ഷിച്ച് വെച്ച് ഡ്രസ്സ്, ഈ ബാഗ് ഇതാണ് അവസാനമായിട്ട് കൊണ്ടുപോയ ബാഗ്. ഇതിൽ ബ്ലഡ് ഉണ്ട്, ചേട്ടൻ്റെ ബ്ലഡ് ഉണ്ട്, ഇതെല്ലാം ബ്ലഡാണ്. അപ്പം ഇതൊക്കെ എല്ലാവരും ആ സമയത്ത് പറഞ്ഞു, അയ്യോ കത്തിച്ച് കളയണം, ബ്ലഡൊക്കെ പറ്റിയതാണ്. അപ്പം ഞാനും കിച്ചുവും പറഞ്ഞൊരു വാക്കുണ്ട്, കിച്ചുവിനുണ്ട്, അമ്മ നമുക്ക് അച്ഛൻ അവസാനമായിട്ട് തന്ന സാധനമാണ്, ഇത് നമ്മൾ കളയാൻ പാടില്ല. ഞാൻ പറഞ്ഞു ഒരിക്കലും കളയാൻ പാടില്ല, ആരെന്ത് പറഞ്ഞാലും ഇത് ഞാൻ കത്തിക്കില്ല. അപ്പം എല്ലാവരും പറഞ്ഞാൽ കഴുകി ഉപയോഗിക്കണം. ഞാൻ കഴുകിയില്ല ഞാൻ. എന്തിനാണ്? ഏട്ടൻ്റെ അവസാനം ഇത് കയ്യിൽ വെച്ചുകൊണ്ടായിരുന്നു. സോ ഞാനിത് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അത് ഇതിനകത്ത് ഇരിക്കണ സാധനമെന്ന് വെച്ചാൽ ഏട്ടൻ തലേന്ന് എൻ്റെ കൂടെ കിടന്ന് ഉറങ്ങിയപ്പം, അല്ലെങ്കിൽ തലേ ദിവസം ഫുള്ളും ഇട്ടുകൊണ്ട് നിന്ന കൈലി അതുപോലെ ഏട്ടൻ്റെ ബനിയൻ, ഇതായിരുന്നു തലേന്ന്. ഇത് പൂപ്പാന്ന് തോന്നുന്നു, പൂപ്പിൻ്റെ മണോ. കാരണം ഇന്ന് ഈ നിമിഷം വരെ ഇത് കഴുകിയിട്ടില്ല.
കഴുകാതെ ഏട്ടൻ വേർപിരിഞ്ഞെന്ന് അറിഞ്ഞപ്പം നമ്മളെ വിട്ടുപോയെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അതുപോലെ മടക്കി എടുത്ത് വെച്ചതാണിത്. ഞാൻ ഈ ബാഗിൽ ഇതിപ്പോൾ സൂക്ഷിക്കുന്നു. ഇതൊരു കൂടിനകത്തായിരുന്നു, കൂടൊക്കെ കീറിപ്പോയി. ഇത് തലേന്ന് ഉറങ്ങി എണീറ്റിട്ട് പോയ ആ ഒരു ഡ്രസ്സാണ്. പിന്നെ ഇതിനകത്ത് വെച്ച ഡ്രസ്സാണ്. ചേട്ടൻ ഒരു ഡ്രസ്സ് എക്സ്ട്രാ കൊണ്ടുപോകാൻ ലാസ്റ്റ് കൊണ്ടുപോയ ഡ്രസ്സാണ്. ഇത് ടീം ഗിഫ്റ്റ് ചെയ്തതാണ്. അതുപോലെ പാവത്തിൻ്റെ ഒരു ബെൽറ്റ്. അധികം ഡ്രസ്സും കാര്യങ്ങളും കോസ്റ്റ്ലി ഒന്നും മേടിക്കില്ലായിരുന്നു ആള് കേട്ടോ. പക്ഷെ ഒരു കാര്യം പറയാമല്ലോ, രേണു ആ ഒരു ടൈമിൽ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് സുചേട്ടൻ്റെ ഡ്രസ്സ്, ഇത് പാൻറ്, ഇത് സുചേട്ടൻ കൊണ്ടുപോയ ബാഗ് എന്നൊക്കെ പറയുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ ഭയങ്കരമായിട്ട് നമുക്ക് ഇമോഷൻ ഉണ്ടാവട്ടെ, ഭയങ്കര വിഷമം വരുന്നുണ്ട്. കാര്യം ആ ഒരു വ്യക്തി തലേ ദിവസം ആ ഒരു വീട്ടിൽ കണ്ടിട്ട് പോയ ഒരു ഭാര്യ. അപ്പോൾ ആ ഒരു സാഹചര്യം രേണുവിനല്ല, ഇപ്പം ഏതൊരു ഭാര്യയായാലും തന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ആള് പെട്ടെന്ന് തന്നിൽ നിന്ന് അകന്നു പോകുമെന്ന് പറയുമ്പോൾ ഒരു സ്ത്രീക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ആ ഒരു സാഹചര്യത്തിൽ അത് രേണു അഭിനയിച്ചതാണോ അതോ രേണുവിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അത് നമുക്ക് വളരെയധികം ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ഞങ്ങളും അങ്ങനെ അധികം കോസ്റ്റ്ലി ഒന്നും നമുക്കാരും മേടിച്ചു തരാൻ, ഏട്ടനുള്ളപ്പോൾ എങ്ങനെയാണല്ലോ ഞങ്ങൾക്ക് മേടിച്ചു തരുമായിരുന്നു. സോ അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ അലമാരിൽ. പിന്നെ ഇത് ഫോട്ടോയാണ്, ഇത് ഗിഫ്റ്റ് ചെയ്ത ഫോട്ടോസൊക്കെയാണ്. ഇത് നമുക്ക് ഇവിടെ ഭിത്തിയിൽ ഇതൊന്നും നമുക്ക് അടിക്കാൻ പറ്റത്തില്ല. എന്തോ ജിപ്സം പ്ലാസ്റ്ററോ എന്തോ ഇതിന് പറയുന്നത്, ജിപ്സോ എന്ന് പറയുന്ന സാധനം നമുക്ക് ഈ ആണി വെച്ച് അടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഓരോരുത്തർ ഗിഫ്റ്റ് ചെയ്യുന്ന നമ്മളിവിടെ മാറ്റി മാറ്റി വെക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളത് സ്ക്രൂ ഒക്കെ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതെൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് പിക്കാണ്. ഇത് എനിക്ക് വേണ്ടിയിട്ട് ചേട്ടൻ എടുത്തു തന്ന പിക്കാണ്. സ്റ്റാർ മാജിക് തമാർ പടാറുള്ളപ്പോൾ ആദ്യമായിട്ട് ചെന്നപ്പോൾ ഈ ഷർട്ടൊക്കെ അവിടെ നിന്ന് കൊടുക്കുന്ന ഷർട്ടാണ് കേട്ടോ, തിരിച്ചു കൊടുക്കണം. അപ്പം എന്ത് ഭംഗിയാണ് ചേട്ടനെ കാണാൻ. എനിക്ക് സുന്ദരൻ, എൻ്റെ സൂചിച്ചേട്ടൻ ഭയങ്കര സുന്ദരനാണെന്ന് തെളിയിക്കുന്ന ഒരു ഫോട്ടോയാണ്. നിങ്ങൾ സൂചിച്ചേട്ടനെ അന്ന് കുറ്റം പറഞ്ഞവരും ഇപ്പം ഇങ്ങനെയാന്ന് പറയുന്നവരും കൊള്ളത്തില്ലെന്ന് പറയുന്നവരും ഒരു കാര്യം ഞാൻ പറയും, ഇതായിരുന്നു എൻ്റെ സൂചിച്ചേട്ടൻ. എന്ത് ഭംഗിയായിരുന്നു കാണാൻ, ഭയങ്കര ഭംഗി. ഇതാണ് എൻ്റെ ഫേവറേറ്റ്. എനിക്ക് എന്താ പറയുക, ഇതെപ്പോഴും എൻ്റെ കൂടെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ബാഗിൽ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഞാൻ തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇത് വെക്കും, ഞാനത് ആരെയും കാണിക്കാറില്ല. ഇപ്പം എന്താ പറയുക, ഇതാണ് എൻ്റെ ലഗേജ് ബാഗ്. ഇതിനകത്ത് സാധനമെല്ലാം എടുത്ത് വെളിയിൽ ഇറക്കിയപ്പം ഞാൻ എടുത്ത് വെച്ചതാണ്. ഇത് ഞാൻ അങ്ങനെ അധികം ആരെയും കാണിക്കാറില്ല, കാരണം എനിക്ക് കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ കാണും. പിന്നെ ഇത് തന്നെ സെയിം ഫോണിലുണ്ടല്ലോ. സോ ഇതെൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് പിക്കാണ്. ഇത് സ്റ്റാർ മാജിക് അല്ലെങ്കിൽ തമാർ പടാർ വേദിയിൽ അവിടെ ഇരുന്നപ്പോൾ എടുത്ത പിക്കാണ്. ഏട്ടൻ്റെ മീശ, ഈശോ അമ്മ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഹെയർ, മീശ, കണ്ണ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മിസ് യു സൂചേട്ടാ, മിസ് യു അമ്മ. അത് കാണുന്ന ഓരോ സ്ത്രീകൾക്കും അത് നന്നായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. ഭയങ്കര ആ ഒരു ഫീലിങ്സ് ആണോ, ആ ഒരു വിഷമത്തെയാണോ മുതലെടുക്കാനാണ് രേണു ശ്രമിക്കുന്നതെങ്കിൽ വീണ്ടും രേണുവിന് പരാജയമായിരിക്കും. സുധിച്ചേട്ടൻ്റെ ആത്മാവ് പോലും ശ്രമിക്കില്ല കേട്ടോ. കാരണം ഇതും അഭിനയമാണെങ്കിൽ, അല്ല രേണു ആത്മാർത്ഥമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് എങ്കിൽ ഓക്കെ, കാര്യം രേണുവിനോടൊപ്പം ആളുകളെ കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കും. പിന്നെ ഇതൊരു അഭിനയമാണെങ്കിൽ, അതായത് തനിക്ക് നഷ്ടപ്പെട്ട റീച്ച് തിരിച്ചെടുക്കാനായിട്ടുള്ള അഭിനയമാണെങ്കിൽ, അതായത് ബിഗ് ബോസിലൊക്കെ നിൽക്കണമെങ്കിൽ നെഗറ്റീവ് പബ്ലിസിറ്റിയോടെ വേണം, സോഷ്യൽ മീഡിയയിൽ നല്ലൊരു വൈറലായിട്ട് നിൽക്കണം. പക്ഷെ വോട്ട് കിട്ടണമെങ്കിൽ ആളുകളുടെ കണ്ണിലുണ്ണി ആവണം. അപ്പോൾ കണ്ണിലുണ്ണി ആവണമെങ്കിൽ കുറച്ച് സിമ്പതി കഥയൊക്കെ വേണം. അപ്പോൾ ആ സിമ്പതി കഥയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇപ്പോൾ എടുത്തിട്ടതെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സുചേട്ടൻ്റെ ആത്മാവ് പോലും രേണുവിനോട് ക്ഷമിക്കില്ല. അതുപോലെ തന്നെ ഈ ഒരു മാരേജിൻ്റെ കഥ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ബിഗ് ബോസിലുണ്ടെന്ന് പൊട്ടിച്ച് ഒരു കണ്ണീർ കഥയാക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊരു ഡൗട്ട് എല്ലാവരും പറയുന്നുണ്ട്. എന്തായാലും രേണു തന്നെ ആ ഒരു മാരേജ് സത്യമാണോ അല്ലയോ എന്ന് ഉറപ്പിച്ച് പറയുക. കല്യാണം കഴിച്ചുവെങ്കിൽ കഴിച്ചു എന്ന് പറയുക. അതിപ്പോൾ സുധിച്ചേട്ടനില്ലാത്ത പ്രശ്നം വേറെ ആർക്കും ഇല്ലല്ലോ. സുധിച്ചേട്ടനും കിച്ചുവിനും ഒന്നും പ്രോബ്ലം ഇല്ലെങ്കിൽ പിന്നെ വേറെ ആരെയാണ് രേണു പേടിക്കുന്നത്? ആരെയും പേടിക്കാനില്ല. അതുപോലെ തന്നെ എല്ലാത്തിനും ഒരു നിലപാട് ഉറച്ചു നിൽക്കുക. ആ ഒരു ഫോണിൻ്റെ കാര്യം തന്നെ ആണെങ്കിൽ എൻ്റെ ബാങ്ക് ബാലൻസ് ഇത്രയാണെന്ന് ഒരു ടൈമിൽ കാണിക്കുന്നു, അടുത്ത പ്രാവശ്യം പറയുന്ന സമയത്ത് അത് കാണിക്കാനായിട്ട് എൻ്റെ ഫോൺ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മറന്നു. അതിനൊന്നും ആവശ്യമില്ല. നമ്മൾ ജോലി ചെയ്യുന്ന ആളാണ്, നമുക്ക് ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മുടേതാണ്, നമ്മുടെ കയ്യിൽ ഉള്ളതാണ്. അത് ആരും ഫ്രീ ആയിട്ട് നമുക്ക് തരുന്ന കാര്യമല്ല. അതൊക്കെ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഈ ബോഡി ഷേമിങ് ചെയ്യുക, അപമാനിക്കുക, അഭിനയിക്കുക അറിയില്ല എന്നൊക്കെ പറയുന്നത് അത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടാണ്. രേണു ഇപ്പം നമ്മുടെ സൗന്ദര്യം നമുക്കാണ് ആസ്വദിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ രേണുവിൻ്റെതായ സൗന്ദര്യമുണ്ട്, എനിക്ക് എൻ്റെതായ സൗന്ദര്യമുണ്ട്, ഓരോരുത്തർക്കും അവരുടേതായ സൗന്ദര്യമുണ്ട്. അത് കാണുന്നവരുടെ കണ്ണിലെ കുഴപ്പമാണ്. അതിനൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇനിയെങ്കിലും ഈ ഡ്രാമയൊക്കെ അവസാനിപ്പിച്ച് ട്രൂ ആയിട്ട്, അതായത് അന്ന് ഫ്ലവേഴ്സിൽ വന്ന ആ ഒരു രേണു ആയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി.